എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റസീന. ഞാൻ റോസ്. പേജ് നമ്പർ 318, സൂറത്ത് ത്വാഹ 88 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. എന്നിട്ട് അവൻ അവർക്കൊരു പശുക്കിടാവിനെ മുക്കുറ ശബ്ദമുള്ള ഒരു ദേഹത്തെ പുറപ്പെടുവിച്ചു കൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, നിങ്ങളുടെയും മൂസയുടെയും ഇലാഹ് ആരാധ്യൻ ഇതാ, അദ്ദേഹം മൂസ മറന്നുപോയിരിക്കുകയാണ്. أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. എന്നാൽ അവർ കാണുന്നില്ലേ, അവരോട് അത് യാതൊരു വാക്കും മറുപടിയും പറയുന്നില്ല. അവർക്കൊരു ഉപദ്രവമാകട്ടെ ഉപകാരമാകട്ടെ അതിന് സാധിക്കുന്നുമില്ലായിരുന്നു. وَلَقَدْ قَالَ لَهُمْ هَارُونُ مِنْ قَبْلُ يَا قَوْمِ إِنَّمَا فُتِنْتُمْ بِهِ وَإِنَّ رَبَّكُمُ الرَّحْمَنُ فَاتَّبِعُونِي وَأَطِيعُوا أَمْرِي. മുമ്പ് തന്നെ ഹാറൂൺ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനങ്ങളെ, ഇത് പശുക്കിടാവ് മൂലം നിങ്ങൾ പരീക്ഷണം ചെയ്യപ്പെട്ടിരിക്കുക തന്നെയാണ്. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണ്യകനത്രേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ, എൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുവിൻ. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. അവർ പറഞ്ഞു, മൂസ ഞങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുവോളം ഞങ്ങൾ ഇതിൻ്റെ അടുക്കൽ ഭജനം നടത്തുന്നവരായിരിക്കും. قال يا هارون ما منعك إذ رأيتهم ضلوا. അദ്ദേഹം പറഞ്ഞു, ഹാറൂൺ, ഇവർ വഴി പിഴച്ചതായി നീ കണ്ടപ്പോൾ നിനക്ക് എന്ത് തടസ്സമാണുണ്ടായത്? ألا تتبعني أفعصيت أمري. എന്നെ പിന്തുടരാതിരിക്കുവാൻ അപ്പോൾ നീ എൻ്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചുവോ? قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാതൃപുത്ര, എൻ്റെ താടിയും തലയും പിടിക്കരുത്. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു. എൻ്റെ വാക്ക് നീ ഗൗനിച്ചതുമില്ല എന്ന് എന്നെപ്പറ്റി നീ പറയുന്നുവെന്ന് ഞാൻ ഭയപ്പെട്ടു. قال فما خطبك يا سامري. അദ്ദേഹം ചോദിച്ചു, എന്നാൽ നിന്റെ കാര്യം എന്താണ് സാമിരി? قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. അവൻ പറഞ്ഞു, അവർ ജനങ്ങൾ കണ്ടിട്ടില്ലാത്തത് അത് കണ്ടു. അങ്ങനെ ദൂതൻ്റെ റസൂലിൻ്റെ കാൽപ്പാടിൽ നിന്നും ഒരു പിടി അല്പം ഞാൻ പിടിച്ചു. എന്നിട്ട് അത് ഞാൻ ഇട്ടുകളയുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ മനസ്സ് എനിക്ക് പ്രേരണ നൽകിയത്. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا
لنحرقنه ثم لننسفنه في اليم نسفا. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നീ പോ, നിശ്ചയമായും ഈ ജീവിതത്തിൽ തൊട്ടുകൂടാ എന്ന് നിനക്കുണ്ടായിരിക്കട്ടെ. നിശ്ചയമായും നിനക്കൊരു നിശ്ചിത സമയമുണ്ട്, അതൊരിക്കലും നിനക്ക് ലംഘിക്കപ്പെടുകയില്ല. നീ ഭജിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഈ ആരാധ്യ വസ്തുവെ നോക്കുക, നാം അതിനെ ചുട്ടരിക്കുക തന്നെ ചെയ്യുന്നതാണ്. പിന്നെ നിശ്ചയമായും നാം അതിനെ പൊടിപാറ്റി കടലിൽ വിതറിക്കളയുന്നതുമാണ്. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. നിശ്ചയമായും നിങ്ങളുടെ ആരാധ്യൻ താനല്ലാതെ മറ്റൊരു ആരാധനയുമില്ലാത്ത അള്ളാഹു തന്നെയാകുന്നു. എല്ലാ വസ്തുവെക്കുറിച്ചും അവൻ്റെ അറിവ് വിശാലമായിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.